റെമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ജീൻസിന് മിടിക്കും പറ്റിയൊരു ടോപ്പാണ് ചെയ്യാൻ പോണത്. അതിൻ്റെ ഇറക്കി 23 ഇഞ്ച്, സ്റ്റിച്ചിങ് ഉൾപ്പെടെ 24.5 ഇഞ്ച്. ഇത് ബാക്ക് ഫ്രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് വെട്ടണത്. അപ്പോൾ അതനുസരിച്ച് തുണി രണ്ടാക്കി മടക്കിയിടുക. ഒരു പീസിൽ 32 സൈസാണ് സംഭവം. അതിൽ കഴുത്ത് വീതി 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഷോൾഡർ 11 ആണെങ്കിൽ സ്റ്റിച്ചിങ് ഉൾപ്പെടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞ് കൈക്കുഴി 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴെ അരവരയും 13 ഇഞ്ച് അടയാളപ്പെടുത്തുക. കഴുത്തിറക്കാൻ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്യുക. ഇനി കൈക്കുഴിയും ഷേപ്പ് ചെയ്യുക. വണ്ണം എടുത്തിരിക്കുന്നത് ഒരു 9 ഇഞ്ചാണ്. സ്റ്റിച്ചിങ് ഉൾപ്പെടെ 10 ഇഞ്ച്. അതിൽ അരവരയുള്ള നീളത്തിൽ 1 ഇഞ്ച് ഷേപ്പ് ചെയ്ത് പോവുക. നേരെ താഴേക്കും ഷേപ്പ് ചെയ്യുക. ഇറക്കം നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതനുസരിച്ച് ഇനി കട്ട് ചെയ്യുക. ബാക്ക് ഫ്രണ്ട് ഒന്നിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് 2 പീസും മാറ്റിയെടുക്കുക. ബാക്ക് പീസിൽ ഒരു 3 ഇഞ്ച് ഓപ്പൺ കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് കട്ട് ചെയ്യാനുള്ളത് കൈയുടെ പീസാണ്. അത് മാറ്റി വെക്കുക. ഓപ്പൺ. ഇനി ഫ്രണ്ടിൽ നമുക്ക് ഭംഗിക്ക് വേണ്ടി ഒരു പീസ് വെച്ച് കൊടുക്കണം. അതാണ് വെട്ടാൻ പോണത്. അത് ആ ഫ്രണ്ട് പീസ് തന്നെ വെച്ചിട്ട് ആദ്യം കഴുത്ത് അതൊരു 6 ഇഞ്ച് 7 ഇഞ്ചോളം നീളം എടുത്താൽ മതി. എന്നിട്ട് ആ ഷേപ്പിനനുസരിച്ചാണ് കട്ട് ചെയ്യുക. കഴുത്തും കൈക്കുഴിയും. പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ്. ഇതേപോലെ ഇരിക്കുന്നത്. സ്ലീവിലുള്ള പീസ് കൈവണ്ണം 10 ഇഞ്ചാണെങ്കിൽ 2.5 ഇഞ്ചും കൂടി ലൂസ് കൂട്ടി അടയാളപ്പെടുത്തി എടുക്കണം തുണി എടുക്കാനായിട്ട്. ഇനി കൈ നീളം അനുസരിച്ച് കൈ നീളം അടയാളപ്പെടുത്തുക. 13 ഇഞ്ച് കൈ അടയാളപ്പെടുത്തി. ഇനി 10 ഇഞ്ച് വണ്ണം ഉള്ളതുകൊണ്ട് ഒരു 7.5 ഇഞ്ച് എടുക്കുക. താഴ്ച ഒരു 3 ഇഞ്ച് എടുക്കുക. എന്നിട്ട് കൈ ഷേപ്പ് ചെയ്യണം. കൈയുടെ ഇറക്കവും കൈ വണ്ണം 10 ആകുമ്പോഴേക്കും ഒരു 6 ഇഞ്ച് എടുക്കുക. കൈ ഷേപ്പ് ചെയ്ത് ഒന്ന് ചരിച്ച് ഷേപ്പ് ചെയ്യണം കൈക്കുഴിയിലോട്ട്. ഇനി കട്ട് ചെയ്യുക. ഇനി ഫ്രണ്ടിലെ അത് ഫ്രണ്ട് പീസിലോട്ട് വരാനുള്ളതിന് അതൊരു 1 ഇഞ്ച് കുഴിച്ച് വെട്ടണം. ഇനി കൈയുടെ അടിയിൽ ഒരു ബീഡിങ് പീസ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അത് അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് വീതിയിൽ മുറിച്ചെടുക്കുക. ഒരു പീസും കൂടി മുറിക്കണം. ഇപ്പോൾ 2 കൈക്കുള്ളതായി. ഇനി ബാക്കിൽ പീസ് പിടിപ്പിക്കാനുള്ളതാണ്. ബാക്ക് നെക്ക് അത് ആ കഴുത്ത് വെട്ടിയേക്കുന്ന ഷേപ്പിൽ തന്നെ 3 ഇഞ്ച് ഒരു ഓപ്പൺ കൊടുത്ത് തന്നെ കട്ട് ചെയ്യണം. അതിലോട്ട് തയ്യൽ തുമ്പിനുള്ളത് ഇറക്കിയിട്ട് എടുക്കുക. ആ ഷേപ്പ് അനുസരിച്ച് തന്നെ അത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. അരികെ കഴുത്തിൻ്റെ അളവ് എങ്ങനെയനുസരിച്ച് അതിനനുസരിച്ച് 1 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുക. ഇനി കഴുത്തടി ഫ്രണ്ട് പീസ് കഴുത്തടിക്കണം. മറച്ച് വെച്ചരിച്ചിട്ട് അത് കഴുത്ത് നന്നായി മടങ്ങി കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക. അപ്പോഴേ നല്ല ഭംഗിയിൽ മടങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് അതിനെ ഫ്രണ്ടിലോട്ട് മറിച്ചിട്ട് നല്ല ഭാഗത്തോട്ട് മറിച്ചെടുത്തിട്ട് പതിച്ചടിക്കുക. ഫ്രണ്ടിൻ്റെ കഴുത്തടിച്ച് കഴിഞ്ഞു.
ഞാൻ അതിൻ്റെ താഴെ നമുക്കൊരു വേറെ പീസ് കൊടുക്കാനുള്ളതാണ്. ഇനി ബാക്കിൽ നൂല് ഇളകി പോണതിന് വേഗം ആ കഴുത്തുനിന്ന് അടിച്ച് പതിച്ചെടുത്തുക. നൂല് ഇളകി പോണ തുണിയായതുകൊണ്ട് ഇളകി പോണ വശങ്ങളൊക്കെ വേഗം ചെയ്ത് തീർക്കണം. ഒരു 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചാൽ മതി. അധികം വലിക്കാതെ അടിക്കണം. ഇനി കഴുത്തിൻ്റെ പീസ് അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒപ്പം അടിച്ച് 1/4 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ട് അടിച്ചു പോവുക. ഓരോ പോയിന്റിലും സൂചി കുത്തി നിർത്തിയിട്ട് തുണി തിരിച്ചെടുക്കണം. കഴുത്തടിച്ച് കഴിഞ്ഞാൽ അതേപോലെ മുറിച്ച് കൊടുക്കുക. പതിയെ തയ്യൽ തുമ്പിൻ്റെ അറ്റം വരെ അങ്ങനെ കുറച്ച് മുറിച്ചെടുത്തിട്ട് ഇനി അത് മടക്കാനുള്ളതാണ്. അതിൽ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പിടിച്ച് മറിക്കുക. ഇനി അതിൻ്റെ അരികെ നമുക്ക് ഫ്രണ്ട് പീസ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പതിച്ചടിക്കാനുള്ളതാണ്. ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുക. രണ്ട് ഷോൾഡറും യോജിപ്പിച്ചിട്ട് നല്ല അവിടെ ചേർത്ത് വെച്ച് ഒരു തയ്യൽ തുമ്പ് നീണ്ടു പോകാത്ത വിധത്തിൽ ചേർത്ത് വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കുക. ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞ് ഇനി കഴുത്ത് ബാക്കിലെ നെക്ക് തന്നെ ഭംഗിയാക്കിയെടുക്കുക. പതിച്ചടിച്ച് ഭംഗിയാക്കിയെടുക്കുക. ഫിനിഷിങ് ആക്കിയെടുക്കുക. ആ സെൻറ്ററിൽ ചുളി വരാത്ത വിധത്തിൽ പതിയെ ചേർത്ത് വെച്ച് കൊടുക്കണം. ബാക്കിൽ നെക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി അത് ഹെം ചെയ്യുകയോ മെഷീനിൽ അടിച്ചേർക്കുകയോ ചെയ്യുക. എന്നിട്ട് അവിടെ ഹുക്സ് വെച്ച് കൊടുക്കുക. ഇനി കൈയുടെ ബീഡിങ് വെച്ച് കൊടുക്കാനുള്ളത്. അത് അതേപോലെ തന്നെ 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചുപിടിപ്പിക്കാൻ വേണ്ടി ആ പച്ച പീസിൽ വേണം അടിപ്പ് വിടാൻ. അപ്പോഴാണ് നമ്മളത് പിടിപ്പിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. എന്നിട്ട് അതും 1/4 ഇഞ്ച് മടക്കിയിട്ട് കൈയുടെ അരികെ അടിച്ചു കൊടുക്കുക. ഇനി മറ്റേ കൈ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ പച്ച പീസിൽ അടിപ്പ് വരാൻ ശ്രദ്ധിക്കണം. മറ്റേ പീസിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ് ഉണ്ടാവില്ല. ഇപ്പോൾ കൈ രണ്ടടിച്ച് കഴിഞ്ഞ് ഫ്രണ്ട് പീസിലാണ് 2 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്ത് ആ ഫ്രണ്ടിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക. ആ വെള്ള പീസിനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് 2 ഇഞ്ച് വീതം. അത് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാനുള്ള പീസാണത്, ഭംഗി കിട്ടാൻ വേണ്ടി. എന്നിട്ട് അതിനെ 1/4 ഇഞ്ച് വീതി വെച്ച് മടക്കി തയ്ക്കുക. ഇനി ആ പീസിന് ഭംഗി വരാൻ വേണ്ടി നമ്മൾ ആ തുണിയുടെ കളർ തന്നെ നൂലെടുക്കുക. ഹാൻഡ് എംബ്രോയ്ഡറി നൂല് ആ ഒരു 4 ഇഴ കൂടിയ നൂലെടുത്തിട്ട് സൂചി കോർത്തിട്ട് ഇപ്പോൾ അതിൽ കാണുന്ന പോലെ സൂചി കുത്തി നിർത്തിയിട്ട് ഇപ്പോൾ 1 ഇഞ്ച് നീളത്തിൽ ഇപ്പുറത്തോട്ട് കുത്തിയിട്ട് സെൻറ്ററിലോട്ട് എടുക്കുക. സൂചിയുടെ അടിയിൽ കൂടി നൂലിടുക, വലിക്കുക. ഇനി ആ ഇപ്പോൾ കുത്തിയ സ്ഥലത്ത് തന്നെ കുത്തിയിട്ട് വീണ്ടും ആ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നതിലോട്ട് സൂചി കുത്തി നിർത്തുക. കുത്തി വലിച്ചെടുക്കുക. വീണ്ടും ചെയ്ത പോലെ 1 ഇഞ്ച് അകലോട്ടിട്ട് ചെയ്ത് പോരുക. സിക്സാഗ് ആകൃതിയാണ് ചെയ്ത് തീർക്കുക. എപ്പോഴും കുത്തിയെടുക്കുമ്പോൾ സൂചിയുടെ അടിയിൽ നൂല് വന്ന വിധത്തിൽ വേണം ചെയ്യാനായിട്ട്.
ഇനി സൂചി തുണിയുടെ അടിയിലിട്ട് വെക്കുക. ഇപ്പുറത്തെ അരികിലോട്ട് ആ സൂചി കൊണ്ടുവരിക. അങ്ങനെ ചെയ്ത് അറ്റം വരെ ചെയ്യുക. അത് ഭംഗിയാക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷോ ബട്ടൺ വെക്കുക, സീക്വൻസൊക്കെ എന്തോന്ന് ചെയ്യാം. ഇനി കൈയുടെ അളവ് കണക്കാക്കിയിട്ട് കൈ രണ്ടും യോജിപ്പിക്കുക. എപ്പോഴും ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസ് ഇത്തിരി കുഴിച്ച് വെട്ടിയിരിക്കണം. കൈയുടെ വെട്ടിയ പോലെ തന്നെ ഫ്രണ്ടിലും ബോഡിയുടെയും പീസിലും കൈക്കുഴി കുഴിച്ച് വെട്ടണം. അപ്പോഴാണ് അതിന് ചുളിവിനൊന്നും ഇല്ലാതെ ഭംഗിയായിട്ടിരിക്കുള്ളൂ. കൈക്കുഴി കറക്റ്റ് വെച്ച് നോക്കണം. കൈയും ഉടുപ്പിൻ്റെ കൈക്കുഴിയും തമ്മിൽ അളവ് കറക്റ്റായിരിക്കണം. എന്നിട്ട് വേണം പിടിപ്പിക്കുവാൻ. എന്നിട്ട് ഇനി നമുക്ക് അപ്പോൾ ബാക്കിയൊക്കെ പണി കഴിഞ്ഞ് ഇനി കൈ ജോയിൻ്റ് ചെയ്യുക. വണ്ണം അനുസരിച്ച് ജോയിൻ്റ് ചെയ്ത് പോയോ താഴെ വരെ. അങ്ങേ സൈഡും അതേപോലെ ചെയ്യുക. രണ്ട് വശവും ആ ഒരേ അളവിൽ തന്നെ ചെയ്തു പോവുക. എന്നിട്ട് ഇനി അടി നൂലൊക്കെ ഇളകിപ്പെടണമെങ്കിൽ അതൊക്കെ ഷേപ്പ് ചെയ്ത് പോവുക. എന്നിട്ട് 1/4 ഇഞ്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് അങ്ങനെ 3/4 ഇഞ്ച് ഇതായിട്ട് മടക്കി തയ്ക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഉടുപ്പിൻ്റെ അടി കഴിഞ്ഞു, എല്ലാ അടിപ്പും കഴിഞ്ഞു. സെൻറ്ററിൽ കാണുമല്ലോ ഷോ ബട്ടൺ വെച്ചാൽ ഭംഗിയായിരിക്കും.